നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുട്ടത്തൊടി സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാലവർഷക്കെടുതി നഷ്ടപരിഹാരം 48 മണിക്കൂറിനകമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ക്രമസമാധാന പാലനം കുറ്റമറ്റമാക്കാൻ തോംസൺ ജോസ് വീണ്ടും ജില്ലയിലേക്ക്. ജില്ലാ പോലീസ് മേധാവിയായി ഉടൻ ചാർജ് എടുക്കും. ശാപമോക്ഷം കാത്ത് പുതിയ ബസ് സ്റ്റാൻഡ്. ജൂൺ 15 മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. അനിശ്ചിതകാല സമരവുമായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ. അനിശ്ചിതമായി നീളുന്ന റെയിൽവേ വൈദ്യുതീകരണം. ചെറുവത്തൂർ മംഗലാപുരം വൈദ്യുതീകരണത്തിന് തടസ്സമായി പറയുന്നത് മുടന്തൻ ന്യായങ്ങൾ. ഓപ്ഷൻ ട്രെയിനിംഗ് പ്രോഗ്രാമുമായി LBS എഞ്ചിനീയറിംഗ് കോളേജ്. പ്രോഗ്രാം ജൂൺ 9-ന്. വാർത്തകൾ വിശദമായി. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കി. 3 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി. 2 ദിവസമായി തുടരുന്ന പരിശോധനയിൽ മുക്കുപണ്ടം പണയം വെച്ച് 3 കോടി രൂപയോളം തട്ടിയെടുത്തതായി കണ്ടെത്തി. ബാങ്കിന്റെ കളക്ടറേറ്റിന് സമീപമുള്ള സായാഹ്ന ശാഖയിൽ 13 ലക്ഷം രൂപയുടെ പണയുരുപ്പടികൾ കണ്ടെത്താൻ പരിശോധിക്കുന്ന സംഘത്തിന് കഴിഞ്ഞില്ല. ഈ ബാങ്കിന്റെ മാനേജർ ഒളിവിലാണ്. ബാങ്കിന്റെ സിവിൽ സ്റ്റേഷൻ, നായന്മാർ മൂല പ്രധാന ശാഖ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. നായന്മാർ മൂലയിലെ പരിശോധന 20% ബാക്കിയുണ്ട്. 13 കോടിയോളം രൂപയുടെ സ്വർണ്ണ പണയ വായ്പയാണ് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ 80% പൂർത്തിയായപ്പോൾ തന്നെ 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി. ബാങ്കിന്റെ എതിർത്തോടുള്ള എടനീർ ശാഖയിലും സിറ്റിസൺ നഗറിലുള്ള ഹെഡ് ഓഫീസിലും പരിശോധന തുടങ്ങി. പരിശോധന നടക്കുന്നതിനിടെ പണമടിച്ച് പണയ സ്വർണമെടുക്കാനെത്തിയവർക്ക് ഉരുപ്പടികൾ നൽകാത്തത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ബാങ്ക് അപ്രൈസർ മുഖ്യ സൂത്രധാരനായാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 കോടിൻ്റെ അടുത്തിപ്പോൾ ഈ സ്വർണം ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു 20% ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നും നാളെയായിട്ട് അത് നടത്തും. അപ്പോൾ അതിൻ്റെ ശേഷം ഇനി പറയാൻ പറ്റുള്ളൂ. അപ്പം സാധാരണ ഒരാൾ വ്യാജ സ്വർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ബാങ്ക് മാനേജർ അപ്രൈസർക്ക് കൊടുക്കും. അപ്രൈസറുടെ ഇത് വരച്ചിട്ട് ഇത് സ്വർണ്ണമാണോ ഫേക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് അത് അപ്രൈസർ അത് ഒറിജിനലാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ബാങ്ക് മാനേജർ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അപ്രൈസർ എന്തായാലും ഇത് ഇൻവോൾവഡ് ആണ്. ഇതിൽ 3 ബ്രാഞ്ചിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, 3 ബ്രാഞ്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് എന്തായാലും കൂടുതൽ പ്രതികളുണ്ടാവും. എന്തായാലും 3 പ്രതികളല്ല ഉണ്ടാവുക, കൂടുതലുണ്ടാവും. കാലവർഷക്കെടുതിക്ക് ധനസഹായം അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. 48 മണിക്കൂറിനകം ധനസഹായം ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ റവന്യൂ ഭൂമി കയ്യേറ്റം അനുവദിക്കില്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ ഗവൺമെൻറ് തലത്തിൽ നല്ല ഇടപെടൽ നടക്കണമെന്നോ അതിലെന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആകെ ഉദ്യോഗസ്ഥന്മാർ ഒഴിവുണ്ടോ, ഏത് കാരണത്തിലാണ് ഒഴിവ് വന്നത്, ഒഴിവ് നികത്താൻ പല സംവിധാനങ്ങളുണ്ട്. 2, ഉദ്യോഗസ്ഥന്മാർ അപ്രൂവ് ചെയ്ത് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടോ ആ കാരണത്താലാണ് ഇവിടെ ഒഴിവ് നടക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം. വില്ലേജ് ഓഫീസുകളുടെ വികസനത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ ഇ ദേവദാസൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ പോലീസ് തലപ്പത്തേക്ക് തോംസൺ ജോസ് വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോഴത്തെ മേധാവി ഡോക്ടർ എ ശ്രീനിവാസയെ പാലക്കാട്ടേക്ക് മാറ്റി. ഇപ്പോഴത്തെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസയ്ക്ക് മുമ്പ് തോംസൺ ജോസ് ആയിരുന്നു ജില്ലയിലെ പോലീസ് തലപ്പത്ത് ഉണ്ടായിരുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലും മികവ് കാട്ടിയിരുന്ന ഉദ്യോഗസ്ഥനാണ് തോംസൺ ജോസ്. സാമുദായിക സംഘർഷത്തെ അടിച്ചമർത്തിയ ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവിയാക്കുന്നതിൽ കാസർഗോട്ടുകാർക്ക് ഏറെ സന്തോഷമാണുള്ളത്. മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചവരാണ് ഈ ജില്ലക്കാർ. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. 2013 ജൂലൈ 8 മുതൽ 2015 ഫെബ്രുവരി 15 വരെ ഇദ്ദേഹം കാസർഗോട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇവിടെ ജോലി നോക്കുന്നതിനിടയിൽ മണൽ മാഫിയയെ അടിച്ചൊതുക്കിയത് ഇദ്ദേഹമാണ്.
രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. നിയമം നടപ്പിലാക്കാൻ ആരുടെയും മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന തോംസൺ ജോസിന്റെ വരവ് ഏറെ പ്രതീക്ഷയോടെയാണ് ജില്ല ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നഗരസഭയ്ക്ക് കീഴിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന പ്രശ്നങ്ങളോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് ജൂൺ 15 മുതൽ ബസ് കയറില്ല. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാൻ സാധിക്കാത്തത്രയും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്തെ റോഡ് നന്നാക്കിയില്ലെങ്കിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കില്ലെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് വ്യക്തമാക്കി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡകത്തേക്ക് ഈ മാസം 15 മുതൽ സ്വകാര്യ ബസ്സുകൾ പ്രവേശിക്കില്ല എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. നിരവധി തവണയായി കാസർഗോഡ് നഗരത്തിൻ്റെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു ദുരാവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇൻ്റർലോക്ക് ചെയ്തതെന്ന് അത് സ്വകാര്യ കാറുകൾക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് അകത്ത് പണി കഴിഞ്ഞ് 4 വർഷത്തോളധികമായി ഇതുവരെ മെയിൻ്റനൻസ് പോലും ചെയ്യാത്ത പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെ മെക്കഡാമും കോൺക്രീറ്റും ചെയ്തിട്ട് ആ റോഡിൽ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ബസ്സുകൾക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല, മറ്റ് യാത്രാ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ദുരവസ്ഥയാണ് കാസർഗോഡ് നഗരത്തിലുള്ളത്. ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് മാത്രമാണ് അല്പം പണി നടന്നിട്ടുള്ളത്. അതും പാതി വഴിയിൽ ഉപേക്ഷിച്ച വിധത്തിലാണ്. ബസ്സുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തന്നെ അകത്ത് പ്രവേശിക്കുന്നില്ല. പുറത്ത് ബസ് നിർത്തുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന ഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ അധികൃതർ കണ്ടതായി നടിക്കുന്നില്ല. 2014 മെയ്യിൽ ഇതേ ആശയം ഉന്നയിച്ച് ബസ്സുകൾ സമരം നടത്തിയിരുന്നു. തുടർന്ന് ഒരാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല. വർഷം തോറും അറ്റകുറ്റപ്പണികൾ നടത്തി തൽക്കാലം പ്രശ്നം അവസാനിപ്പിക്കുമെന്നല്ലാതെ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. ഇപ്രാവശ്യവും നഗരസഭയെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടാക്കാത്തതാണ് അനിശ്ചിതകാല സമരത്തിന് ബസ് ഉടമകൾ തയ്യാറെടുക്കുന്നത്. ചെറുവത്തൂർ മംഗലാപുരം റെയിൽവേ വൈദ്യുതീകരണം അനിശ്ചിതമായി നീളുന്നു. ഷൊർണൂർ മുതൽ ചെറുവത്തൂർ വരെ വൈദ്യുതീകരണം പൂർത്തിയാക്കി തീവണ്ടികൾ ഓടിത്തുടങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റെയിൽവേയുടെ ഈ അവഗണന. 2012 ഡിസംബറിൽ പൂർത്തിയാക്കേണ്ട വൈദ്യുതീകരണ പ്രവൃത്തികളാണ് പാതിവഴിയിൽ നിലച്ചിരിക്കുന്നത്. 2008 റെയിൽവേ ബജറ്റിലായിരുന്നു ഷൊർണൂർ മംഗലാപുരം പാത വൈദ്യുതീകരണത്തിന് അംഗീകാരം നൽകിയത്. 2010 പ്രവൃത്തി തുടങ്ങി. തുടർന്ന് 306 കിലോമീറ്ററുള്ള പാതയിൽ ചെറുവത്തൂർ വരെയുള്ള 223 കിലോമീറ്റർ വരെയുള്ള പ്രവൃത്തി പൂർത്തീകരിച്ച് ഗുഡ്സ് ട്രെയിൻ സർവീസ് തുടങ്ങി. എന്നാൽ യാത്രാവണ്ടികൾ ഓടിത്തുടങ്ങിയിട്ടില്ല. മലബാറിൽ റെയിൽവേ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഷൊർണൂർ മംഗലാപുരം റെയിൽപാതയുടെ വൈദ്യുതീകരണം. ഇത് ചെറുവത്തൂരിലെ വൈദ്യുതീകരണം പൂർത്തിയായെങ്കിലും അധികൃതരുടെ നിസ്സംഗതയും അനാസ്ഥയും കാരണം മംഗലാപുരത്തേക്കുള്ള വൈദ്യുതീകരണം മുടങ്ങിക്കിടക്കുകയാണ്. വളരെ കാലമായി മലബാർ മേഖലയോടുള്ള മറ്റ് വികസനങ്ങളിൽ കാണിക്കുന്ന അവഗണന റെയിൽവേയിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. ട്രെയിൻ സർവീസ് ആരംഭിക്കാത്തതിന് വിവിധ സാങ്കേതിക കാരണങ്ങൾ റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഷൊർണൂർ മംഗലാപുരം പാതയുടെ വിവിധ മേഖലകളിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് പാത വൈദ്യുതീകരണം നീളുന്നതിന് ഇടയാക്കുന്നത്. LBS ഓപ്ഷൻ ട്രെയിനിംഗ് പ്രോഗ്രാം ജൂൺ 9 ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൈക്ക ഉദ്ഘാടനം ചെയ്യും. എഞ്ചിനീയറിംഗ് മെഡിക്കൽ അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ ഏക ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററായ LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനെക്കുറിച്ചും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബ്രാഞ്ചുകളുടെ ഉള്ളടക്കം, സാധ്യതകൾ എന്നിവയെക്കുറിച്ചും ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 9 മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടക്കുക. മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിക്കും. വിവിധ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ 9-ാം തീയതി കാസർഗോഡ് കോൺഫറൻസ് ഹാളിൽ വെച്ച് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സെമിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൈക്കയാണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സെമിനാർ എന്നത്
കുട്ടികളുടെ താല്പര്യങ്ങളനുസരിച്ച് എൻജിനീയറിംഗ്, അലൈഡ് മെഡിസിൻ വിഭാഗങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സും തിരഞ്ഞെടുക്കുവാൻ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിലൂടെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കെ അസീം, പ്രിൻസിപ്പൽ KA നവാസ്, അസിസ്റ്റന്റ് പ്രൊഫസർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരത്തിൽ പ്രവർത്തിക്കുന്ന സിയ കളക്ഷൻ തുണിക്കട പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. 35 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കാണ് സംഭവം. ദേര സിറ്റിയിലാണ് സിയ കളക്ഷൻസ് പ്രവർത്തിക്കുന്നത്. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട സെക്യൂരിറ്റി ഗാർഡാണ് കട ഉടമയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചത്. ബേവിഞ്ചയിലെ ഹബീബ് റഹ്മാനാണ് കടയുടമ. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് പ്രകാരം ഫയർഫോഴ്സ് എത്തി തീ അണച്ചുവെങ്കിലും വസ്ത്രങ്ങളെല്ലാം കത്തി നശിച്ചിരുന്നു. ഈ സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും പൂർണ്ണമായും അഗ്നിക്കിരയായി. ഇവിടെ ഉണ്ടായിരുന്ന 3 ഫാനുകളും ക്യാഷ് കൗണ്ടറും നശിച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ അണച്ചത്. റംസാൻ പ്രമാണിച്ച് പഴയ തുണിത്തരങ്ങൾ വിറ്റഴിച്ച് പുതിയ നിരവധി വസ്ത്രങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. ഏകദേശം 35 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചൈൽഡ് ലൈൻ, പാൻടെക്, അനാഥരില്ലാത്ത ഭാരതം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നീലേശ്വരം പാൻടെക് ഹാളിലായിരുന്നു പരിപാടി. ശോഭനയുടെ പ്രാർത്ഥനയോടെയാണ് നീലേശ്വരം പാൻടെക് ഹാളിൽ പഠനോപകരണ വിതരണ ചടങ്ങ് ആരംഭിച്ചത്. ചൈൽഡ് ലൈൻ, പാൻടെക്, അനാഥരില്ലാത്ത ഭാരതം ജില്ലാ കമ്മിറ്റി എന്നീ സംഘടനകളാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയത്. പ്രൊഫസർ KJ സിറിയക്ക് ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് ലൈൻ ഡയറക്ടർ കൂക്കാനം റഹ്മാൻ അധ്യക്ഷനായിരുന്നു. ആശ്രയ ജില്ലാ കോർഡിനേറ്റർ PJ തോമസ്, സിസ്റ്റർ U മേരി, സുധാകരൻ തയ്യിൽ, A നാരായണൻ മാസ്റ്റർ, KV ലിഷ എന്നിവർ സംസാരിച്ചു. വിദ്യാനഗർ മുതൽ മഞ്ചേശ്വരം വരെ വൈദ്യുതി ലൈൻ നവീകരണം പുരോഗമിക്കുന്നു. മയിലാട്ടിയിൽ നിന്ന് പോകുന്ന 110 kV സിംഗിൾ സർക്യൂട്ട് ഇരട്ട ലൈനായി വികസിപ്പിക്കുന്ന പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. 1965 നിർമ്മിച്ച ഈ ലൈൻ കാലപ്പഴക്കം കൊണ്ട് അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇതു പരിഹരിക്കുന്നതിനാണ് KSEB 20 കോടി രൂപ ചിലവിൽ 110 kV ഡബിൾ സർക്യൂട്ടായി കൂടുതൽ ശേഷിയുള്ള കമ്പിയും പുതിയ ടവറുകളും ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിദ്യാനഗർ സബ്സ്റ്റേഷനിൽ നിന്നും സീതാങ്കോളി വരെയുള്ള ലൈനിന്റെ പണി പൂർത്തിയായി വരുന്നു. അതോടൊപ്പം സീതാങ്കോളി മുതൽ കുബനൂർ വരെ 12 കിലോമീറ്റർ ലൈനിന്റെയും പണി തുടങ്ങിയിട്ടുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന ലൈനിന്റെ ടവറുകൾ പഴയ ടവറുകളുടെ സ്ഥാനത്ത് തന്നെയായതിനാൽ നിലവിലുള്ളവ അഴിച്ചുമാറ്റിയ ശേഷമേ ഇവ നിർമ്മിക്കാനാവുകയുള്ളൂ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോട്ടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് ടീമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംരക്ഷണ ക്യാമ്പിന്റെ ഭാഗമായി ജൈവ കൃഷി വിത്ത് വിതരണവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. ഷോറൂം തലവന്മാരായ CI അബ്ദുള്ള കുഞ്ഞി, വിനോദ് ഫിലിപ്പ്, മുഹമ്മദ് സലീം, മാനേജർ K രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. നിരവധി പേർക്ക് ചടങ്ങിൽ വെച്ച് ജൈവ കൃഷി വിത്ത് വിതരണം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും ചെലവാക്കിയ തുക ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുൻപാകെ ഹാജരാക്കണം. ജൂൺ 18 മുൻപാണ് ഇവ ഹാജരാക്കേണ്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ചിലവ് കണക്കുകൾ ജൂൺ 18 മുൻപ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണം. അന്തിമ കണക്കുകൾ സ്വീകരിക്കാൻ 13 മുതൽ കളക്ട്രേറ്റിൽ ഇതിന് അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒബ്സർവർമാരുടെ മേൽനോട്ടത്തിലാണ് കണക്ക് പരിശോധന. അന്തിമ കണക്കുകൾ തയ്യാറാക്കുന്നതിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കുമുള്ള പരിശീലനം 9 രാവിലെ 11 കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. പരിശീലനത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കണമെന്നും കളക്ടർ E ദേവദാസൻ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ചെറുവത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്.
പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ അഭിരുചി പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാണ് പഠന പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുക. ഇവർക്ക് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടക്കും. ഇവർക്കാവശ്യമായ പഠന സാമഗ്രികൾ സൗജന്യമായി വിതരണം ചെയ്യും. ഇതിനായി പ്രൊജക്ടർ, കമ്പ്യൂട്ടർ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് മുറികൾ പഞ്ചായത്ത് ഓഫീസിൽ തയ്യാറാക്കും. പഠനത്തോടൊപ്പം കലാമേളകൾ, പരിസ്ഥിതി പ്രവർത്തനം, വിനോദയാത്ര, ഫിലിം ഫെസ്റ്റ്, ക്യാമ്പ്, സ്പോക്കൺ ഇംഗ്ലീഷ്, റോഡ് സുരക്ഷാ ക്ലാസുകൾ, പരിശീലനങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി SSA, BRC, CRC, PEC എന്നിവയുടെ സഹകരണത്തോടെ അതാത് സ്കൂളുകളിൽ പഠനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും പ്രത്യേക പരിശീലന സൗകര്യങ്ങൾ ഒരുക്കും. തെരഞ്ഞെടുത്ത അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസുകൾ, അധ്യാപക സംഗമം എന്നിവ നടന്നു കഴിഞ്ഞു. ജൂൺ മാസത്തോടെ കുട്ടികളെ കണ്ടെത്തി ക്ലാസുകൾ ആരംഭിക്കും. ശനി, ഞായർ ദിവസങ്ങളിലായാണ് ക്ലാസുകൾ നടക്കുക. പഞ്ചായത്ത് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഡയറ്റ് പ്രിൻസിപ്പൽ PV കൃഷ്ണകുമാർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചെയർമാനുമായ സമിതിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മൊഗ്രാൽ പുത്തൂരിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPM മൊഗ്രാൽ പുത്തൂരിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും DYFAയുടെയും റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെയും CITUവിന്റെയും വ്യാപാരികളുടെയും സജീവ സാന്നിധ്യം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഗ്രാൽ പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി നടന്നത്. CPIMന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ശുചിത്വ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കും. ഈ അവസരത്തിൽ മൊഗ്രാൽ പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. CPM നേതാക്കളായ റഫീഖ് കുന്നിൽ, K കുഞ്ഞിരാമൻ, ദിവാകരൻ, ജാനകി, ഇന്ദിര, സഫീർ, ഫറൂഖ്, സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പടന്ന പടിക്കാർ കുടുംബത്തിന്റെ 2 നൂറ്റാണ്ടിന്റെ ചരിത്രം പുസ്തകമായി. ഗ്രാമത്തിലെ പരമ്പരാഗത കാർഷിക കുടുംബമായിരുന്ന പതിക്കാരുടെ ചരിത്രവും വംശവലിയും പങ്കുവെക്കുകയാണ് പുസ്തകത്തിലൂടെ. പാതിക്കാർ ചരിത്രവും വംശാവലിയും എന്ന പേരിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് കുടുംബത്തിന്റെ ചരിത്രം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കുകയായിരുന്നു ആദ്യഘട്ടം. പിന്നീട് കുടുംബത്തിന്റെ 200 വർഷത്തെ ചരിത്രം എല്ലാവരും ചേർന്ന് ചികഞ്ഞെടുത്തു. 19ാം നൂറ്റാണ്ടിൽ നടത്തിയ ഭാഗാധാര പകർപ്പും കോഴിക്കോട് ആർക്കൈവ്സിൽ നിന്നും ലഭിച്ച രേഖകളും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായി. PC അഷ്റഫാണ് കുടുംബചരിത്രം പുസ്തകമാക്കിയത്. EP രാജഗോപാലൻ അവതാരിക എഴുതി. ജൂൺ 5 വൈകുന്നേരം പടന്ന തെക്കേപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സുറാബ് പ്രകാശനം നിർവഹിക്കും. PN മുസ്തഫ മാസ്റ്റർ, PC കുഞ്ഞിമൊയ്തീൻ കുട്ടി ഹാജി, PC സാലിഹ് ഹാജി, PC അഹമ്മദ്, പ്രൊഫസർ PC അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെറ്റിനറി വളപ്പുകൾ ഹരിതാപമാക്കാനുള്ള പദ്ധതിക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ വെറ്റിനറി വളപ്പുകൾ ഹരിതാപമാക്കാനുള്ള പദ്ധതിക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മന്ത്രി E ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് വെറ്റിനറി കോമ്പൗണ്ടിൽ വൃക്ഷത്തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നടുന്ന തൈകളെ വൃക്ഷങ്ങളാക്കി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാവലാളായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. വെച്ച് ആചരിച്ച് അവസാനിപ്പിച്ചാൽ അതിൻ്റെ അവസാനത്തിൽ പിന്നെ എല്ലാ വർഷവും ഇത് വെക്കണം, അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേത് ഉണ്ടാവേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. നല്ല വനനിബിഡമാകണം നമ്മുടെ ഭൂമി. അതിനിടയിൽ ജനങ്ങൾ ജീവിക്കണം, ജീവജാലങ്ങൾ നിലനിൽക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ട് വനവൽക്കരണം എന്ന് പറയുന്നത് കേവലം ഒരാചരണമായി നോക്കാതെ ഒരാഘോഷമായി നടത്താനും വെക്കുന്ന മരങ്ങളെല്ലാം സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം എത്രയാണോ നമ്മളെ കൊണ്ടാവുന്നത് അത്രയും വെച്ചാൽ മതിയാവും. എണ്ണം വർദ്ധിക്കുകയല്ല,
നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്നതെല്ലാം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ സംഘടനകളും അവരുടെ ഉത്തരവാദിത്വത്തിൽ അവിടെ വെക്കുന്നതിനെയെല്ലാം നിലനിർത്താൻ വേണ്ടുന്ന ഏർപ്പാടുണ്ടാകും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ വൃക്ഷത്തൈ വിതരണം നടത്തി. കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി നാഗരാജ് അധ്യക്ഷനായി. കൗൺസിലർമാരായ എച്ച് റംഷീദ്, കെ വി ഉഷ, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ടിറ്റോ ജോസഫ്, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ വി ശ്രീനിവാസൻ, കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഭാസ്കരൻ ഊരാളി, എസ് ജിനേഷ്, വി ബി ബീന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുട്ടത്തൊടി സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാലവർഷക്കെടുതി നഷ്ടപരിഹാരം 48 മണിക്കൂറിനകമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ക്രമസമാധാന പാലനം കുറ്റമറ്റമാക്കാൻ തോംസൺ ജോസ് വീണ്ടും ജില്ലയിലേക്ക്. ജില്ലാ പോലീസ് മേധാവിയായി ഉടൻ ചാർജ് എടുക്കും. ശാപമോക്ഷം കാത്ത് പുതിയ ബസ് സ്റ്റാൻഡ്. ജൂൺ 15 മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. അനിശ്ചിതകാല സമരവുമായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ. അനിശ്ചിതമായി നീളുന്ന റെയിൽവേ വൈദ്യുതീകരണം. ചെറുവത്തൂർ മംഗലാപുരം വൈദ്യുതീകരണത്തിന് തടസ്സമായി പറയുന്നത് മുടന്തൻ ന്യായങ്ങൾ. ഓപ്ഷൻ ട്രെയിനിംഗ് പ്രോഗ്രാമുമായി LBS എഞ്ചിനീയറിംഗ് കോളേജ്. പ്രോഗ്രാം ജൂൺ 9. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.